ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായ കണവ വെച്ച് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. കണവ ആദ്യം നമ്മൾ വൃത്തിയാക്കുന്നതും അത് നമ്മൾ പിന്നെ പാചകം ചെയ്യുന്നതും ഞാൻ കാണിക്കാൻ പോകുന്നത്. കണവ പെട്ടെന്ന് വൃത്തിയാക്കുന്നത് നിങ്ങൾ കാണിക്കാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോട്ട് പോയാലോ? അപ്പോൾ നമുക്കിന്ന് കുറച്ച് കണവ മീൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്വിഡ് എന്നൊക്കെ പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ വാലുമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കും. പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് ഇതിനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ മീനാണ്. അതുമാത്രം നല്ല രുചിയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിനകത്തൊരു ചെറിയ പ്ലാസ്റ്റിക് പോലത്തെ സാധനം കാണും. അതാദ്യം നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. കടലിൽ ഇതുപോലത്തെ ഒരു സാധനം ആദ്യം കാണും. അതെടുത്ത ശേഷം അകത്ത് കടലിൽ നല്ലപോലെ കഴുകണം. കറുത്തിങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല കഴുകിയെടുക്കണം. പിന്നെ തൊലി വെറുതെ ഇങ്ങനെ വലിച്ചൂരിയാൽ മതി, അതങ്ങ് വരും. പിന്നെ ഇനി നമുക്ക് അകമൊക്കെ നല്ല വെള്ളത്തിനകത്ത് ഇങ്ങനെ കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലയോ? അപ്പോൾ അകത്ത് ചെറിയ ഒരു വഴുവഴാന്നൊരു സാധനം കാണും. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് കൈയിട്ട് അതിനകത്ത് നമുക്ക് എടുത്ത് മാറ്റി കളയണം. കണ്ടില്ലേ ഇതുപോലത്തെ സാധനം? അപ്പോൾ ഇത് നമ്മുടെ സ്ക്വിഡ് ഫിഷ് ഇങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നല്ല കണ്ടില്ലയോ? അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ റെസിപ്പിക്ക് ഇങ്ങനെ റൗണ്ടായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കിതിനകത്ത് കുറച്ച് മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർത്താൽ നല്ലതായിരിക്കും. 2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇച്ചിരി പെരിഞ്ജീരക പൊടിയോടെ ചേർക്കും. 3/4 സ്പൂൺ പെരിഞ്ജീരക പൊടിയും പിന്നെ ഇച്ചിരി ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് പിടിപ്പിച്ച് വെച്ചേക്കണം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ 30 മിനിറ്റ്സ് നമുക്കൊന്ന് ഇത് ചെയ്ത് വെച്ചേക്കാം, മാറ്റി വയ്ക്കാം. ഉപ്പൂടെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മളിത് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കൊച്ചുള്ളി ഒരു 10-25 കൊച്ചുള്ളിയൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടപ്പേ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇച്ചിരി കടുകൊന്ന് പൊട്ടിയ ശേഷം നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി, പക്ഷേ ചെറിയ ഉള്ളിയാണ് ഇതിനൊക്കെ രുചി ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി നമുക്കെടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ട് വരുമ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. കണ്ടില്ലേ, ഒന്ന് വാടി വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അതുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്ക്വിഡിനകത്ത് അല്ലെങ്കിൽ കണവയ്ക്കകത്ത് നമ്മൾ എല്ലാം പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് വരും. അപ്പോൾ അതിൻ്റെ കൂടെ 2 തക്കാളിയുടെ ചേർക്കുന്നുണ്ട്. ആദ്യം കൊച്ചുള്ളി വഴറ്റിയ ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് പിന്നെ തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ മല്ലിപ്പൊടി ചേർത്തില്ലായിരുന്നു, അതുകൊണ്ട് 1 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇപ്പോൾ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 തക്കാളിയുടെ അരിഞ്ഞത് അതിനകത്തോട് നമുക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരണം. അതിനുശേഷം വേണം നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സ്ക്വിഡ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തക്കാളി വെന്തുവരെ നമ്മുടെ സ്ക്വിഡ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത ശേഷം വെറും 3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. നോർമൽ രീതിയിൽ 3 മിനിറ്റ് വേവുമ്പോൾ തന്നെ ആ സ്ക്വിഡ് വെന്ത് വരും. പക്ഷേ നമ്മൾ കുറച്ച് ഏറെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതങ്ങ് ഹാർഡാകും. അല്ലെങ്കിൽ പിന്നെ അത് 30 മിനിറ്റ് വെക്കേണ്ടി വരും. ആദ്യം 3 മിനിറ്റ് വെച്ച് അപ്പോൾ തന്നെ അത് വെന്ത് വരും. അത് നമ്മൾ പിന്നെയും വീണ്ടും വെന്തില്ലെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ 30 മിനിറ്റ് പിന്നെ വെച്ചാലേ ആ സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. രുചികരമായ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.